എന്ന് 2 ഭാഗങ്ങളായി 73 പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ബൈബിൾ. പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും. ചുരുക്കത്തിൽ 73 പുസ്തകങ്ങളിൽ 1333 അധ്യായങ്ങളിലായി 35,397 വാക്യങ്ങളാണ് ബൈബിളിലുള്ളത്. പഴയ നിയമം ഹീബ്രു, അരമായ ഭാഷകളിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണ് രചിക്കപ്പെട്ടത്. 150 അധ്യായങ്ങളുള്ള സങ്കീർത്തനങ്ങളാണ് ബൈബിളിലെ ഏറ്റവും ദീർഘമായ പുസ്തകം. 13 വാക്യങ്ങളുള്ള യോഹന്നാന്റെ 2-ാം ലേഖനമാണ് ഏറ്റവും ചെറുതും. പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളെ 3 ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. ചരിത്ര ഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി മുതൽ 2 മക്കവായർ വരെ 21 പുസ്തകങ്ങൾ. ജ്ഞാനഗ്രന്ഥങ്ങൾ, ജോബ് മുതൽ പ്രഭാഷകൻ വരെ 7 പുസ്തകങ്ങൾ. പ്രവാചക ഗ്രന്ഥങ്ങൾ, ഏശയ്യ മുതൽ മലാക്കി വരെ 18 പുസ്തകങ്ങൾ. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളെ 4 ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. സുവിശേഷങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, ലേഖനങ്ങൾ, വെളിപാട്. ലേഖനങ്ങളെ പൗലോസിന്റെ ലേഖനങ്ങളെന്നും കാതോലിക ലേഖനങ്ങളെന്നും തിരിക്കാറുണ്ട്. ബൈബിൾ എഴുതിയത് ആരാണ്? ബൈബിൾ ആത്യന്തികമായി ദൈവവചനമാണ്. അതുകൊണ്ട് ബൈബിളിന്റെ യഥാർത്ഥ രചയിതാവ് ദൈവമായ കർത്താവാണ്. ക്രിസ്തുവിലുള്ള ദൈവിക വെളിപാടുകളെ സ്വീകരിച്ച് മനുഷ്യരചയിതാക്കൾ ദൈവനിവേശനത്താൽ തങ്ങൾക്ക് മനസ്സിലായത് തങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ എഴുതി. 50ഓളം മാനുഷിക രചയിതാക്കൾ ഏകദേശം 1500 വർഷത്തിനുള്ളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ, വിവിധ കാലഘട്ടങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ ദൈവാത്മാവിന്റെ പ്രേരണയാൽ വിശുദ്ധ ലേഖനങ്ങളിലൂടെയും വിശുദ്ധ പാരമ്പര്യങ്ങളിലൂടെയും കൈമാറിയ രക്ഷാകര ചരിത്രത്തെക്കുറിച്ചുള്ള ദൈവിക വെളിപാടാണ് ബൈബിൾ. ബൈബിൾ ചരിത്ര കാലഘട്ടത്തെ 3ആയി തിരിക്കാം. പഴയ നിയമ കാലഘട്ടം 4000 BC മുതൽ 400 BC വരെ. ഇന്റർ ടെസ്റ്റമെന്റൽ കാലഘട്ടം 400 BC മുതൽ 4 BC വരെ. പുതിയ നിയമ കാലഘട്ടം 4 BC മുതൽ 100 AD വരെ. ബൈബിളിന്റെ കേന്ദ്രബിന്ദു കർത്താവായ ഈശോയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളെ കൂട്ടിയിണക്കുന്ന സ്വർണ്ണ നൂലാണ് ക്രിസ്തു. ക്രിസ്തുവാണ് വചനത്തിന്റെ കേന്ദ്രം. കാരണം വചന മാംസം ധരിച്ചവനാണ് ക്രിസ്തു. അവനിലാണ് വചനത്തിന്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത്. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു.